ഒരു പെണ്ണായിട്ട് ജനിച്ചതിൽ വളരെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാ മാസവും വരുന്ന പീരിയഡ്സ് എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. കാരണം ആ സമയത്ത് എനിക്ക് ഭയങ്കര പെയിനാണ്. അത് മാത്രമല്ല വേദന കുറഞ്ഞ ഒടുക്കത്തെ ക്രേവിങ്സുമാണ്. സോ ഈ ദിവസങ്ങൾ എൻ്റെ ചീറ്റ് ഡേയ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ജിമ്മിലും പോയില്ല, തോന്നിയതൊക്കെ കഴിക്കും ചെയ്യും. അങ്ങനെ ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നിയത് പാനിപൂരിയും കച്ചോരിയും സമൂസയും ഒക്കെയാണ്. അങ്ങനെ സമൂസയും കച്ചോരിയൊക്കെ പാഴ്സൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രണി. ഞാൻ ആ സമയം കൊണ്ട് അവിടെ ഇരുന്നിട്ട് പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഈ കടയുടെ തൊട്ട് മുകളിലാണ് എൻ്റെ ജിമ്മ്. അവിടെ നിന്ന് ആരെയും എന്നെ കാണുമെന്നായിരുന്നു എൻ്റെ ടെൻഷൻ. അതുകൊണ്ട് വേഗം പാനിപൂരി അകത്താക്കി പാഴ്സലായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. സത്യത്തിൽ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറാണ് കേട്ടോ ഇത്. മാക്രോണി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടുത്തെ സമൂസ ഭയങ്കര വലുതാ. അതേപോലെ തന്നെയാണ് കച്ചോരി. നമ്മൾ പപ്സൊക്കെ കഴിക്കില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ്. സംഭവം ടേസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടും കഴിച്ചാൽ വയറ് ഭയങ്കരമായിട്ട് ഫില്ലാവും. എണ്ണയിൽ വറുത്ത് പച്ചമുളക് കാണിട്ട് അതിന് കൂടെ കഴിക്കാനുള്ള കോമ്പിനേഷൻ. പിന്നെ അവർ തരുന്ന ചട്നി ഒന്നും ഞാൻ കൂട്ടി നോക്കാറില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതിൻ്റെ അകത്ത് വരുന്ന ഫില്ലിങ്ങും ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ, നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല. അങ്ങനെ സമൂസയായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് നമ്മൾ കച്ചോരിയിലേക്ക് കടന്നിരിക്കുകയാണ്. കച്ചോരി ഇങ്ങനെ ഒരു പപ്പടം പൊള്ളിച്ച പോലത്തെ ഒരു പൂരി പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതാ ഫില്ലിംഗ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. ഇതെന്താ ഒരു ഫില്ലിംഗ് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം മാക്കം വെട്ടി വിഴുങ്ങിയതിന് ശേഷമാണ് എൻ്റെ ക്രേവിങ്സ് ഒക്കെ ഒന്ന് അടങ്ങിയത്. അപ്പം അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാൻ. ഞാൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങട്ടെ.